ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് തമ്മിൽ കണ്ട പോലെ ത്രെഡ് ചെയ്യാൻ പഠിക്കാം. ത്രെഡ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല, നൂല് പിടിക്കുക എങ്ങനെയാണെന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തരാം. ത്രെഡിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നൂല് പിടിക്കുക എന്നുള്ളത്. അപ്പോൾ നൂല് എങ്ങനെയാണ് പിടിക്കുക എന്നുള്ളത് ആദ്യം കാണിച്ചു തരാം. പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ എന്തൊക്കെ ത്രെഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താ പറയുക, ഇങ്ങനത്തെ നൂല് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും, ഫാൻസിയിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇങ്ങനത്തെ നൂലില്ലേ, സാധാരണ നമ്മൾ തുണിയൊക്കെ തുന്നാൻ ഉപയോഗിക്കുന്ന നൂലില്ല, അതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ത്രെഡിൽ ഇത് പിടിക്കുക എങ്ങനെയാണെന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ഇത് ഞാൻ കാണിച്ചു തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഒരു വട്ടം കണ്ട് കഴിഞ്ഞിട്ട് പോകരുത്, എന്നും ഇതുപോലെ ചെയ്ത് നോക്കണം. ഡെയിലി ഒരു 5 മിനിറ്റ് ഇതിന് വേണ്ടിയിട്ട് തന്നെ ചിലവഴിക്കുക. ഇത് പിടിക്കുന്നത് ഇത് ഇങ്ങനെ നമ്മളെന്നും ചെയ്ത് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നമ്മളെന്താക്കുക, പതുക്കെ കൈ നമ്മളെ കാല് സ്വന്തമായിട്ടുള്ള നമ്മളെ കാലിലെ രോമങ്ങളൊക്കെ എടുത്ത് പഠിക്കുക. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലുള്ളവരോട് എന്താ പറയുക, പിരികത്തിൻ്റെ എക്സ്ട്രാസൊക്കെ എടുക്കുക. എന്ന് വെച്ചാൽ താഴേക്കുള്ള രോമങ്ങൾ ലൈനിട്ട് എടുക്കാതെ താഴേക്കുള്ള രോമങ്ങളൊക്കെ ഒന്ന് എടുത്ത് ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് കോൺഫിഡൻസ് ആയി തോന്നുമ്പോൾ ലൈനിട്ട് പഠിക്കുക. അപ്പോൾ ലൈനിടുന്ന എങ്ങനെയാണ്, ത്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാനൊരു വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ത്രെഡ് പിടിക്കുക എങ്ങനെയാണെന്നുള്ളത് ആദ്യം പഠിച്ചു തരാം. ആദ്യം ഇങ്ങനത്തെ ഒരു നൂലെടുക്കുക, എന്നിട്ട് ആ നൂലിൻ്റെ അകത്ത് ഇങ്ങനെ വായിൽ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഈ ഇടത്തെ കയ്യിൽ വേണം നൂലിൻ്റെ ഈ ഉണ്ട പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 3 വിരൽ കൊണ്ട് ഇതാ ഇങ്ങനെ 1 2 3 4 ഇങ്ങനെ 4 പിരിയിടുക. 5 ആയാലും കുഴപ്പമില്ല, 3 4 5 പിരിയിടുക. ഇങ്ങനെയാണ് ത്രെഡ് പിടിക്കുക. ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ നൂല് പിടിക്കുക, വായിൽ വെക്കുക, എന്നിട്ട് അങ്ങനെ 3 വിരലിട്ട 3 വിരലുകൊണ്ട് ഇതെങ്ങനെ. ഇതിൻ്റെ ഉണ്ട എപ്പോഴും ഇടത് കയ്യിലായിരിക്കണം. ഇതങ്ങനെ 3 വിരൽ 1 2 3 4 4 5 പിരീഡ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് നമ്മൾ ത്രെഡ് പിടിക്കുക. അത് കഴിഞ്ഞിട്ട് ത്രെഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മളെ തല പിന്നോട്ട് പോകണം. അപ്പോഴാണ് നമ്മളെ ഇതിൽ ഹെയറൊക്കെ കുടുങ്ങി വരിക. ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ എന്നും നിങ്ങൾ എന്താക്കുക, വീട്ടിലിരുന്നിട്ട് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഇതന്നെ ചെയ്ത് റിപ്പീറ്റ് ആക്കുക. കൈയൊക്കെ ആദ്യം വേദന ഉണ്ടാവും, കയ്യിലൊക്കെ പാടൊക്കെ വരും. അത് നോക്കരുത്. ഇത് പഠിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ. കണ്ടോ, ഒരു സൗണ്ട് ഉണ്ടാവും ഇങ്ങനെ. ഇതല്ല, ഇനിയിപ്പോൾ വായിൽ വെച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എന്താക്കുക, കഴുത്തിൽ കെട്ടാട്ടോ. കഴുത്തിൽ കെട്ടിയിട്ട് ചെയ്യുക, 2 വിധത്തിൽ ചെയ്യുക. അതങ്ങനെ കഴുത്തിൽ നൂലിടുക, നൂലിട്ടിട്ട് ഇങ്ങനെ ഒരു പിരി കൊടുക്കുക. ഇതെങ്ങനെ കഴുത്തിൽ നൂലിട്ടത് ഇങ്ങോട്ട് വലത്തോട്ട് ആദ്യം ഇതാക്കുക. പിന്നെ ഇത് നൂലിൻ്റെ ഇടയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഇടുക. ഇങ്ങനെ എടുക്കുക, ഒരു പിരി എടുക്കും. ഇങ്ങനെ ലൂസാക്കണമെങ്കിൽ ലൂസാക്കുക, ടൈറ്റ് ആക്കണമെങ്കിൽ ടൈറ്റ് ആക്കുക. അതുപോലെ തന്നെ ഇടത്തെ കയ്യിൽ ഇത് പിടിക്കുക, ഇത് പിടിക്കുക. അതുപോലെ 3 വിരൽ കൊണ്ട് 1 2 3 4 ഇങ്ങനെ ഇവിടെ ഒന്ന് ചുരുട്ടി പിടിക്കുക കേട്ടോ. ഇങ്ങനെ ചുരുട്ടി പിടിക്കണമെന്ന് അത് നമ്മൾ ത്രെഡ് ചെയ്ത് പഠിച്ച് വരുമ്പോൾ നമുക്കൊരു ഏകദേശം ഒരു എന്താ പറയുക, ഒരു ഐഡിയ കിട്ടും. അതിനനുസരിച്ച് ചെയ്താൽ മതി. എന്നിട്ട് ഇതെങ്ങനെ കണ്ടോ, ഇങ്ങനെ. അപ്പം വായ്ക്ക് പകരം എന്താ പോകുന്നത്, കഴുത്ത് കണ്ടോ. കഴുത്ത് ഇങ്ങനെ വരണം. കഴുത്ത് ഇങ്ങനെ വരുമ്പോഴാണ് ഹെയർ അതിൽ കുടുങ്ങി വലിയുള്ളൂ. കണ്ടോ, ഇങ്ങനെ നിങ്ങൾ എന്നും ഒരു 5-10 മിനിറ്റ് എടുത്ത് പഠിച്ച് എന്താക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ കാലിൽ ഇങ്ങനെ കണ്ടോ. അപ്പോൾ കഴുത്ത് ഇങ്ങനെ വലിയുമല്ലോ. ഇതിങ്ങനെയൊക്കെ പഠിക്കുക. നൂലുകൾ ഇങ്ങനെ, ഡ്രസ്സിലുള്ള നൂലുകൾ, അതുപോലെ കാലത്തെ രോമങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് പഠിക്കുക. എന്തായിരുന്നു, അത് കഴിഞ്ഞ് നമുക്കൊരു കോൺഫിഡൻസ് വരുമ്പോൾ പിരികത്തിലേക്ക് പോവുക. പിരികത്തിൽ എക്സ്ട്രാസ് ഒക്കെ എടുക്കുക. വീട്ടിലുള്ള ആൾക്കാരോടൊക്കെ പറയാമല്ലോ. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് വീട്ടിലുള്ള ആൾക്കാർക്ക് ചെയ്യാമല്ലോ. പൈസ കൊടുത്ത് വെറുതെ പാർലറിലൊന്നും പോയി ചെയ്യണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. അത് കഴുത്തിൽ കെട്ടുന്ന ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി കാണിച്ചു തരാം. ഒരു വട്ടം കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ നൂലെടുക്കുക. ഇതിൻ്റെ അറ്റ എപ്പോഴും ഈ കയ്യിലായിരിക്കണം. അതിങ്ങനെ ഒരു ഊരാക്കുടുക്ക് പോലെ ഇടുക. ഇങ്ങനെ ലൂസാക്കുക, ടൈറ്റ് ഓഫ് ചെയ്യുക. എന്നിട്ട് തന്നെ 3 വിരൽ കൊണ്ട് ഇങ്ങനെ 4-5 പിരിയിട്ടിട്ട് തന്നെ കണ്ടോ, കഴുത്തിന് ഇങ്ങനെ, കൈ ഇങ്ങനെ. ഈ കയ്യിൽ എങ്ങനെ പ്രസ് ചെയ്താൽ ഇതിൽ കൂടെ ഇങ്ങനെ കൊടുക്കുക. അതൊക്കെ നമുക്കൊരു ഐഡിയ, ഇത് ഏകദേശം ഒരു എയിമായി കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ തന്നെ വന്നു. ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ഡ്രസ്സിലൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ പറിച്ച് ഇങ്ങനെ ഡെയിലി നിങ്ങൾ ചെയ്ത് കൈ എയിമായി കഴിയുമ്പോൾ എന്താ പറയുക, നിങ്ങൾ ത്രെഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ.
ത്രെഡ് പിടിക്കുന്നത്. അപ്പം ത്രെഡ് ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. അങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ട് വീട്ടിലൊക്കെ ഉള്ളവരോട് എന്താ പറയുക, വീട്ടിലുള്ളവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർക്ക് എന്തൊക്കെ ത്രെഡ് ചെയ്യുമ്പോൾ അവരുടെ എക്സ്ട്രാസ് ഒക്കെ എടുത്ത് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വന്നു കഴിയുമ്പോൾ ലൈൻ ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ എന്തൊക്കെ പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ ലൈൻ ഇട്ട് പിരികെടുക്കുന്നത് തന്നെ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതുകൂടി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ വരും. പിന്നെ എടുത്തെടുത്ത് നമ്മൾ പ്രാക്ടീസായി തന്നെ എന്താക്കുള്ളൂ, ഇതിൻ്റെ പേടി മാറി നല്ലപോലെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വെച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.